ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. ഇറ്റ്സ് മീ ഷുഹൈദ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ എക്സസൈസ് 5.3 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. The first term of an AP is 5, the last term is 45 and the sum is 400. Find the number of terms and the common difference. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് ടേംസും കോമൺ ഡിഫറൻസും. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും സമ്മും തന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് കാണാൻ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ഒന്നുകൂടിയും ഇക്വേഷൻ രണ്ടും മനസ്സിൽ വേണം കേട്ടോ. ഏതൊക്കെയാ? ഫസ്റ്റ് ടേം, ലാസ്റ്റ് ടേം, സമ്മ്. ഈ മൂന്നെണ്ണം കണക്റ്റ് ആയിട്ട് ഒരു നമ്പർ മാത്രം തരാതെ വരുന്നത്. ഫസ്റ്റത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാനാണോ സുഖം, അത് ലാസ്റ്റത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാനാണോ സുഖം? ഫസ്റ്റത്തത് യൂസ് ചെയ്യാനാണ് സുഖം. കാരണം ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിങ്ങനെ. എന്താ ഫസ്റ്റത്തെ ഇക്വേഷൻ? n/2 ഇൻറ്റു എന്താ ഫസ്റ്റത്തെ ഇക്വേഷൻ? n/2 ഇൻറ്റു a പ്ലസ് എൽ ആണ്. n/2 ഇൻറ്റു a പ്ലസ് എൽ ആണ്. അതിൽ a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, അത് തന്നിട്ടുണ്ട്. എൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം ആണ്, അത് തന്നിട്ടുണ്ട്. സമ്മും തന്നിട്ടുണ്ട്. ഈ n കാണാനുള്ളൂ. മറ്റത് n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. അവിടെ എന്നും അൺനൗൺ ആണ്, ഡിയും അൺനൗൺ ആണ് അല്ലേ? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ ഡിയും അൺനൗൺ ആണ്, എന്നും അൺനൗൺ ആണ്. രണ്ട് ലെറ്റർ അൺനൗൺ ആയിട്ട് വരും. അപ്പം നമുക്ക് ഇവിടെ ഏത് യൂസ് ചെയ്യാനാണ് സുഖം? n/2 ഇൻറ്റു a പ്ലസ് എൽ യൂസ് ചെയ്യാനാണ് സുഖം. അപ്പോൾ a തന്നിട്ടുണ്ട് 5 ആണ്. അതേപോലെ an അഥവാ ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട് 45 ആണ്. SN സമ്മ് തന്നിട്ടുണ്ട് 400 ആണ്. സോ നമ്മുടെ ഇക്വേഷൻ n/2 ഇൻറ്റു a പ്ലസ് എൽ ഈക്വൽ ടു 400 ആണ്. SN കാണാനുള്ള ഇക്വേഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. n/2 ഇൻറ്റു a പ്ലസ് എൽ ഈക്വൽ ടു എത്രയാണ്? 400 ആണ്. ഇനി ഇതിൽ വാല്യൂ കൊടുക്കാം. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്, a എന്ന് പറഞ്ഞാൽ 45 ആണ്. 45ക്ക് 5 കൂട്ടുമ്പോൾ 50 കിട്ടും. ഓക്കെ, അപ്പോൾ n/2 ഇൻറ്റു 50. ഈ 50നെ നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാലോ. 50/2 എത്രയാ? 25. ഇനി ഈ ഇൻറ്റു 25 ഇപ്പുറം വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ എന്നാവും. 400/25. ഒന്ന് നോക്കിയ മക്കളെ, 25 400ൽ എത്ര 25 ഉണ്ടെന്നാണ്. 25ഉം 25ഉം എത്രയായി? 50 ആയി അല്ലേ? അടുത്തൊരു 25ഉം 25ഉം കൂടി ചേരുമ്പോൾ എത്രയായി? 100 ആയി. അപ്പൊ 4 ചേരുമ്പോൾ 100 ആവും. 4 ചേരുമ്പോൾ 100 ആവും. അപ്പൊ അടുത്ത 4 ചേരുമ്പോൾ 200 ആയും. അപ്പൊ 8 ആയി അല്ലേ? അപ്പോൾ അടുത്തൊരു 8 കൂടി ചേരുമ്പോൾ എത്രയായും? 400 ആയി, അഥവാ 16 എന്ന് കിട്ടും. n ഈക്വൽ ടു 16 എന്ന് കിട്ടും. ഇനി a16. ഓക്കെ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ആൻഡ് ദ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കാണണം. അതിന് n കിട്ടി. an 45 ആണല്ലോ, അപ്പൊ a16 ആണ് 45. an 45 ആണ്, അപ്പോൾ a16 ആണ് 45. ഇനി a16ന്റെ ഇക്വേഷൻ എന്താ? a പ്ലസ് 15d. a പ്ലസ് 15d. a 5 ആണ്, d നമുക്ക് കിട്ടിയിട്ടില്ല, അതിവിടെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ 5 പ്ലസ് 15d ഈക്വൽ ടു 45. ഈ 5നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 45 മൈനസ് 5 വരും. സോ d ഈക്വൽ ടു 15d ഈക്വൽ ടു 40 കിട്ടും. അപ്പോൾ d ഈക്വൽ ടു 40/15. രണ്ടിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 8/3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? 8/3. ഇവിടുത്തെ നമ്പർ ഓഫ് ടേംസ് എത്രയാ? 16. ഓക്കെ.